ഇല്ല. വളരെ സന്തോഷകരമായ നല്ലൊരു ഉദ്യമത്തിന് നമുക്ക് ഒരുമിച്ച് ചേരാൻ സാധിച്ചു. അല്ലാഹു നമുക്ക് എല്ലായിടത്തും സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പാരന്റിങ് എന്നതിനെ കുറിച്ച് ചെറിയൊരു സമയം, കുറഞ്ഞ വാക്കുകൾ സംസാരിക്കുകയാണ്. എല്ലാവർക്കും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പാരന്റിങ്. പൊതുവെ ഒരു രക്ഷിതാവ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമായി കാണുന്നതും കാണേണ്ടതും പാരന്റിങ് ആണ്. പക്ഷേ പാരന്റിങ് ചർച്ചയാകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഒരു ചർച്ചാ രീതി കൊണ്ടെത്തിക്കാറുള്ളത് പാരന്റിങ് എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ലാത്ത എന്തോ ചില പ്രോസസ്സുകളാണ് എന്നിടത്ത് എത്തിപ്പെടാറുണ്ട്. അതിൽ നിന്ന് മാറി പാരന്റിങ് എന്ന് പറയുന്നത് ആവശ്യക്കാർക്ക് അഥവാ ഏതൊരു പാരന്റിനും വളരെ ഭംഗിയായി വളരെ എളുപ്പം സാധ്യമാകുന്നതാണ് പാരന്റിങ്. അതോടൊപ്പം അത് വളരെ ഗൗരവമുള്ളതും ആണ്. പലപ്പോഴും നമ്മൾ ഉപമിച്ച് പറയാറുള്ള ഒന്നാണ്, നമ്മൾ ശ്വസിക്കുന്നത് പോലെ. ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് വളരെ എളുപ്പമാണ്, പക്ഷെ അത് വളരെ സീരിയസ് ആണ്, ഗൗരവമുള്ളതാണ്. അത് ഇല്ലാതായാൽ നമ്മുടെ ജീവിതം തന്നെ വളരെയേറെ പ്രയാസത്തിലാണ്. നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അമീനി ഉസ്താദ് കാവന്നൂര് നമ്മളെ മുമ്പിൽ ഏതാനും ചില വിഷയങ്ങൾ ഹാപ്പി സോണും അതിന്റെ സേവനങ്ങളെ കുറിച്ചും സൂചിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഒരു വിഷയം മനസ്സിലാക്കി സമൂഹത്തിന്റെ ഇടയിൽ ഇടപെടുമ്പോൾ അതുണ്ടാക്കി തീർക്കുന്ന നേട്ടവും സന്തോഷവും പറഞ്ഞറിയിക്കാനാകുന്നതിലും എത്രയോ അപ്പുറമാണ്. കാരണം ചിലപ്പോഴൊക്കെ ഈ ഒരു വിഷയം, മേൽ സൂചിപ്പിച്ച വിഷയം അഥവാ പാരന്റിങ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ജീവിതം ദാരുണമാവുകയാണ്, ദുരന്തപൂർണമാവുകയാണ്. അതായത് സ്വന്തം ജന്മം നൽകിയ മാതാവിനെ തന്നെ കൊല ചെയ്യുന്നിടത്തും, അതുപോലെ എന്റെ കുഞ്ഞ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര നന്നായനെ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ മാതാവും പിതാവും മാറുന്ന അവസ്ഥയും ഉണ്ടായിത്തീരുന്നത് ഇതിൽ ചെറിയ പിശകുകൾ സംഭവിക്കുമ്പോഴാണ്. ഞാൻ മറക്കാത്തൊരോർമ്മയാണ്, ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം അസുറിന് ശേഷം ഒരു ഫാമിലി എൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കുന്നു. ആ ഫാമിലി അവരുടെ പ്രയാസങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു +1 പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവാണ് സംസാരിക്കുന്നത്. അവരുടെ വൈഫ് കൂടെയുണ്ട്. അവര് പറഞ്ഞു, കുറെ നേരം കരഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച രാവിലെ എന്റെ ഭാര്യ പറയുകയാണ്, എത്രയെത്ര മക്കളാണ് അപകടങ്ങളിൽ മറ്റുമൊക്കെ മരണപ്പെട്ടു പോകുന്നത്, എന്റെ കുഞ്ഞെന്തേ ഇതുപോലെ, എന്റെ മകൻ എന്താ ഇതുപോലെ മരണപ്പെടാത്തത് എന്ന് ഈ ഉമ്മ പറയുന്നത് കേട്ടപ്പോ, +1 പഠിക്കുന്ന പ്രായമുള്ള സ്വന്തം മകനെ പറ്റി ഒരു ഉമ്മ ഇതുപോലെ പറയുമ്പോ ആ ഉമ്മ അനുഭവിക്കുന്ന വേദനയുടെ ഒരു കാഠിന്യമാണ് ആ ഉമ്മ പറഞ്ഞ വാക്കുകളിലുള്ളത്. പക്ഷേ മനസാക്ഷിയുള്ള മനുഷ്യനെ അത് വേദനിപ്പിക്കുന്നതിന്റെ അളവ് വളരെ വലുതാണ് എന്നതിന്റെ സൂചനയാണ്. ദൃഢഗാത്രനായ ആ പിതാവ് എന്റെ മുമ്പിൽ ഇരുന്ന് നിർലജ്ജം കരയാനുള്ള കാരണം അതാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഈ ചെറിയ സമയം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പാരന്റിങ് എന്നത് വളരെ എളുപ്പമുള്ളതാണ്. പക്ഷേ നാം ജീവിതത്തെ സ്വീകാര്യമായി കാണുകയും ജീവിതം സസന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പാരന്റ്സായ രക്ഷിതാക്കളായ നാം പരിശീലിക്കുകയും ചെയ്യണം. അവിടെയാണ് പാരന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട തലം തുടങ്ങുന്നത്. നമ്മള് ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ ഒരു കുഞ്ഞിന്റെ ആദ്യാവസ്ഥയായ ഗർഭകാല ശിശു ആയിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ സ്നേഹവായ്പകളോടെയും ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ അവർ നല്ലവരാകുന്നതും അവർ വളർന്നു ഉയരുന്നതും നമുക്ക് കാണാൻ കഴിയും. അതല്ല, ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ
ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ നാം ഈ ഒരു അവസ്ഥയെ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടായാൽ, ഉദാഹരണത്തിന് വിവാഹ ജീവിതം, മാരേജ് ലൈഫിനെ ഒരു പ്രയാസമായി കണ്ട് ആണ് ഒരാൾ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ജീവിതം, ആ ഒരു കുഞ്ഞിന്റെ തുടക്കം തന്നെ അഥവാ ഗർഭകാലാവസ്ഥ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് സാധ്യതയുള്ളതാകുന്നത് കാണാം. എന്നാൽ ആ കുഞ്ഞിനെ തലോടുകയും ഈ കുഞ്ഞിന്റെ സന്നദ്ധമായ സാധ്യതകളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് ആ കുഞ്ഞിന്റെ വളർച്ചയെ ഏറെ പോസിറ്റീവായി സ്വാധീനിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ കുഞ്ഞ് വളരുന്നത് ഒരു എഗ്ഗും ആ സ്പേമും ബീജവും അണ്ടവും സങ്കലിച്ചതിന് ശേഷം അതൊരു രക്തപിണ്ഡമാകുന്നു. കുറച്ചു കഴിയുമ്പോൾ അതൊരു മാംസ കഷ്ണമാകുന്നു. ഒരു മാംസ കഷ്ണത്തിന്റെ ഒരു ഭാഗം തലയാകുന്നു, മറുഭാഗം കാലാകുന്നു, മറ്റൊരു ഭാഗം കൈയാകുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഒരേ മാംസപിണ്ഡത്തിൽ നിന്ന്. പക്ഷെ തലയും കാലും തമ്മിൽ വ്യത്യാസമുണ്ട്, കാലും കൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉടലിലെ തന്നെ ഓരോ അവയവങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളുള്ള രീതിയിൽ ഒരേ മാംസപിണ്ഡം വളർന്നു വലുതാകുന്നത് അതിനാവശ്യമായ ഊർജവും അതിനാവശ്യമായ പോഷകങ്ങളും സ്വീകരിക്കുന്നത് ആ മാതാവിന്റെ ശരീരത്തിൽ നിന്നാണ്. ആ ശരീരത്തിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നത് മാതാവിന്റെ മൈൻഡാണ്. അപ്പോൾ ഒരു മാതാവിന്റെ മനസ്സ് അത് സന്തോഷം മുന്നോട്ട് പോകുന്നതായാൽ, അഥവാ വൈവാഹിക ജീവിതത്തെ സധൈര്യം സന്തോഷം ഏറ്റെടുക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് പാരന്റിങ്ങിന്റെ 1-ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാനും അതിലൂടെ ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ആരോഗ്യം പകരാനും മാനസിക ആരോഗ്യം പകരാനും ശാരീരിക ആരോഗ്യം പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോ 1-ാം ഘട്ടം തുടങ്ങേണ്ടത് അവിടെയാണ്. 2-ാം ഘട്ടം ഒരു പ്രസവാനന്തരം നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് ആ മക്കൾക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാതാവിന്റെ മനസ്സിലെ ശ്രദ്ധയാണ്. അഥവാ പ്രസവിച്ചു കഴിഞ്ഞ് തന്റെ ഈ കുഞ്ഞും അമ്മയും കുഞ്ഞും മാതാവും അവര് സംഗമിക്കുന്ന ആ ഒരു സമയം ആ മാതാവിന് കുഞ്ഞിനെ താലോലിക്കാനുള്ള ഉന്മേഷം കിട്ടുന്നില്ല, ക്ഷീണിതയാണ്, വിഷമിച്ചു കിടക്കുന്നു എന്നത് ആണ് നാം കാണുന്ന ചിത്രമെങ്കിൽ അവിടെ ഒരു പുനരാലോചന അനിവാര്യമാണ്. ഗർഭകാലാവസ്ഥയിൽ തന്നെ തന്റെ കുഞ്ഞിനെ സന്തോഷം ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുള്ള മാതാവാണെങ്കിൽ ആ മാതാവ് പ്രസവിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ നിമിഷങ്ങൾക്കകം അവർ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും നവോന്മേഷത്തിലേക്ക് തിരിച്ചു വരികയും ഒരു പുതിയ സന്തോഷത്തിലേക്ക് അവർ പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യും. അവർ ക്ഷീണിച്ചു കിടക്കുകയില്ല. അവർക്ക് ആ കുഞ്ഞിന് മുലയൂട്ടുന്നതിനോ ആ കുഞ്ഞിനെ താലോലിക്കുന്നതിനോ ക്ഷീണം തടസ്സമാകാത്ത ഒരു സന്തോഷാവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് അങ്ങോട്ട് കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയം കുഞ്ഞിന് മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ആ മുലപ്പാല് അത് ആ കുഞ്ഞിന് പോഷകങ്ങൾ ഉള്ളതായി തീരണമെങ്കിൽ ആ മാതാവിന്റെ മനസ്സിനെ കൂടി ഡിപ്പെൻഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ആ മുലപ്പാൽ. അത് സന്തോഷമുള്ള മനസ്സമാധാനമുള്ള മാനസികാവസ്ഥയിലാണ് ആ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ആ സമയത്ത് നമുക്ക് കാണാവുന്ന ഒന്നാണ്, ആ മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞ് നല്ല സന്തോഷമുള്ള ആരോഗ്യമുള്ള കുഞ്ഞായി വളരുന്നത് കാണാം. അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന തളർന്നിരിക്കുന്ന ഈ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആ തളർന്ന മനസ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ അമ്മിഞ്ഞപ്പാലാണ് കുഞ്ഞ് നുണയുന്നതെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞിന് ഉറക്കം നഷ്ടപ്പെടാൻ അത് മതിയാകും. ആ കുഞ്ഞിന്റെ ആരോഗ്യം നശിക്കാൻ അത് കാരണമാകും. അപ്പോ ആ കുഞ്ഞിന് കുഞ്ഞുനാളിലെ തന്നെ കിട്ടേണ്ട പാരന്റിങ് അത് നഷ്ടപ്പെടുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യാൻ ഏറെ സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒരു
സ്രഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യക്കുഞ്ഞിന് വെച്ച വളർച്ചാ ഘട്ടങ്ങളുണ്ട്, മൈൽ സ്റ്റോണുകൾ. ഈ മൈൽ സ്റ്റോണുകളിൽ ഓരോന്നും, ഉദാഹരണത്തിന് കൈ മുറുകെ പിടിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പ്രസവിച്ച് കിടക്കുന്നത്. അത് ആ കുഞ്ഞിന്റെ കൈ കുറച്ച് സമയം കഴിയുമ്പോൾ നിവർത്തുന്നത് കാണാം. ഈ നിവർത്തുക എന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു വളർച്ചാഘട്ടമാണ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഓരോന്നും, കുഞ്ഞ് കരയുന്നത്, അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് കമിഴ്ന്ന് കിടക്കുന്നത്, കുഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത്, കുഞ്ഞ് മുട്ടിട്ട് എഴുന്നത്, കുഞ്ഞ് ചന്തിയിട്ട് എഴുന്നത്, കുഞ്ഞ് പിടിച്ചു നിൽക്കുന്നത്, പിടിച്ചു നടക്കുന്നത്, ശേഷം പിടിക്കാതെ പിച്ച വെച്ച് നടക്കുന്നത്, അതിനുശേഷം സ്റ്റെയറുകൾ, കോണിപ്പടികൾ കയറുന്നത്, പിന്നീടും കുറെ കഴിയുമ്പോൾ കോണിപ്പടികൾ ഇറങ്ങുന്നത്. ഇതെല്ലാം വ്യത്യസ്തമായ വളർച്ചാഘട്ടങ്ങളാണ്. ഈ വളർച്ചാഘട്ടങ്ങളെല്ലാം കുഞ്ഞിന്റെ ബ്രെയിൻ ജിമ്മ് കൂടിയാണ്. അഥവാ പഠനത്തിനും മറ്റുമൊക്കെ ആവശ്യമുള്ള കാഴ്ച, കേൾവി, സംസാരം, ഗ്രാഹ്യവായന തുടങ്ങി ഒരുപാട് ശേഷികൾ, ഒരുപാട് കഴിവുകൾ, ആ കഴിവുകൾക്ക് ആവശ്യമായ ബ്രെയിൻ ജിമ്മ് കൂടിയാണ് ഈ വളർച്ചാഘട്ടങ്ങൾ. അതുകൊണ്ട് ഈ വളർച്ചാഘട്ടങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ മാതാവ് കൂടെ പിതാവും ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യണം. എന്നാൽ പിന്നീട് പഠനത്തിൽ നേരിടാനുള്ള വലിയ പ്രശ്ന സാധ്യതകളെ കാലയെ കൂട്ടി പരിഹരിക്കാൻ കഴിയും. ചിലരൊക്കെ പറയാറുണ്ട്, ചില പ്രശ്നങ്ങൾ ഇവന് നേരത്തെ ഉണ്ടായിരുന്നു, വലുതാകുമ്പോ അങ്ങ് മാറുമെന്ന് കരുതിയതാണ്. അങ്ങനെയല്ല നമ്മൾ കണക്കാക്കേണ്ടത്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ശാരീരിക പ്രശ്നങ്ങൾക്ക്, ശാരീരിക രോഗങ്ങൾക്ക് നാം ചികിത്സ തേടുന്നത് പോലെ, പരിഹാരം തേടുന്നത് പോലെ അല്ല, അതിലേറെ പരിഹാരം തേടേണ്ട, ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് കുഞ്ഞുങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾ, മാനസികമായ വളർച്ചയിലെ വിഷയങ്ങൾ. അവിടെയും ഇതുപോലെ ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് വളരെ കാലക്കൂട്ടി അതിലെ നിപുണന്മാരെ സമീപിക്കുകയും അങ്ങനെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണം. അതൊക്കെ ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. അവിടുന്ന് അങ്ങോട്ട് കുഞ്ഞു വളരുമ്പോൾ ഓരോ ഘട്ടങ്ങളും കുഞ്ഞുങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറയാനുണ്ടായേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ വളർച്ചാഘട്ടങ്ങളിലെ ഓരോ കാര്യങ്ങളും. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് വീട്ടിൽ അതിഥികൾ വന്ന് തിരിച്ചു പോയപ്പോ ഡൈനിങ് ഹാളിലെ ടേബിളിൽ കിടക്കുന്ന ഗ്ലാസും പ്ലേറ്റും അതിൽ അവർ കഴിച്ച ബേക്കറിയുടെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് വളരെ ഏന്തിപ്പിടിച്ച് ആ പാത്രം എടുത്തപ്പോ കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ട് അത് പൊട്ടിപ്പോയി. അത് പൊട്ടിപ്പോകുന്ന സമയത്ത് നമ്മൾ കുട്ടിയെ ചീത്ത വിളിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നതിന് പകരം ആ കുട്ടി ആ സമയത്തെ വലിയൊരു സേവന മനസ്കത കാണിച്ചതാണ്. അതോടൊപ്പം സാഹസികമായ കുട്ടിക്ക് ചെയ്യാവുന്ന ചില പ്രവർത്തനങ്ങൾ അന്വേഷണാത്മകമായി കുട്ടി ചെയ്തതാണ്. ആ ചെയ്തതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ഒരു പ്ലേറ്റിനേക്കാൾ, ഒരു ഗ്ലാസിനേക്കാൾ എത്രയോ വലുതാണ് എന്റെ കുഞ്ഞും കുഞ്ഞിന്റെ കഴിവുകളും എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ ബഹളം വെക്കാതെ, ചൂടാകാതെ, കുട്ടിയെ തല്ലുകയോ വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാതെ പകരം ആ കുട്ടിക്ക് നമുക്ക് ആവശ്യമായ തിരുത്തുകൾ ക്രമേണ നൽകാം. ആ സമയത്ത് സാരമില്ലെന്ന് പറയാൻ ഉള്ള ഒരു മനസ്സ് രക്ഷിതാക്കൾ കാണിക്കുകയും ശേഷം ആ കുഞ്ഞിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുകയും അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്താൽ മക്കൾ കൃത്യമായി ചെറിയ നാളിലെ അത് ഉൾക്കൊള്ളുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യും എന്നതാണ് വസ്തുത. അപ്പോ കുഞ്ഞുനാൾ മുതലേ കുട്ടികളോട് സ്വീകരിക്കേണ്ട ഈ സമീപനത്തെ കുറിച്ചാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നിങ്ങൾ ചെറിയ മക്കളോട് സ്വീകരിക്കേണ്ട സമീപനം അതെന്താണ്? നിങ്ങള് 7 വർഷം ആ കുഞ്ഞുങ്ങളോട് ഒന്നിച്ച് കളിക്കേണ്ടിടത്ത് കളിക്കാൻ അങ്ങനെ മനസ്സുള്ളവരാകണം നിങ്ങൾ. കളിക്കേണ്ടിടത്ത് കളിക്കാനും ചിരിക്കേണ്ടിടത്ത് ചിരിക്കാനും അങ്ങനെ മനസ്സുള്ള ഒരു മാനസികാവസ്ഥ രക്ഷിതാവിനുണ്ടാകണം. 7 വർഷം, ആ 7 വർഷം നമ്മള് മക്കളോട്
സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? സ്നേഹമുള്ളതായിരിക്കണം. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ മക്കളെ എല്ലാറ്റിനും കുറ്റപ്പെടുത്തുന്ന അവസ്ഥക്ക് പകരം നാം ആ മക്കൾക്ക് എന്ത് നൽകണം? പിന്തുണ നൽകേണ്ടിടത്ത് പിന്തുണ നൽകണം. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മക്കളോട് സ്വീകരിച്ച സമീപനം, ചെറിയ നാളിൽ അവർക്ക് കളിക്കാൻ നബിതങ്ങൾ തന്നെ കൂടെ കൂടിക്കൊടുക്കുകയും അവർക്ക് പുറത്തു കയറി സഫാരി ചെയ്യാൻ തന്റെ വീട്ടിൽ വെച്ച് 2 കാല് കുത്തി 2 കൈ കുത്തി ആനയെ പോലെ അല്ലെങ്കിൽ അവർക്ക് പുറത്തു കയറി ഇരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ അവരോട് നബിതങ്ങൾ പെരുമാറിയത് കാണാം, സമീപിച്ചത് കാണാം. അപ്പോ നമ്മള് മക്കളോട് സ്വീകരിക്കേണ്ട സമീപനം അത് അവരോട് 7 വർഷം നല്ല അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൂടെ കളിക്കണമെങ്കിൽ കളിക്കുക, അവരുടെ കൂടെ ചിരിക്കാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും അവരുടെ അവർക്ക് പറയാനുള്ളതൊക്കെ പറയുന്നത് കേൾക്കാനും ഒക്കെ അവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ മക്കൾക്ക് ഒരുപാട് വളർച്ച കാണാം. മുൻധാരണയോടുകൂടെ എന്തെങ്കിലും ചെറിയൊരു വിഷയം, ഒരു കുഞ്ഞ് കരയുമ്പോ കുഞ്ഞെന്തോ കുറ്റകൃത്യം ചെയ്യാണ് എന്നുള്ള മനോഭാവത്തിൽ കുഞ്ഞിനോട് പെരുമാറുന്നതിന് പകരം ഒരാവശ്യമില്ലാതെ കുഞ്ഞ് കരയില്ല. ഒന്നുകിൽ ശാരീരിക ആവശ്യം, അല്ലെങ്കിൽ മാനസിക ആവശ്യം, അതുമല്ലെങ്കിൽ അതല്ലാത്ത ചില അബോധികമായ കാരണങ്ങളാൽ ഒരുപക്ഷെ കുഞ്ഞ് കരഞ്ഞേക്കാം. അങ്ങനെ കരയുമ്പോ ആ കാരണങ്ങൾ മനസ്സിലാക്കി കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനും ആ കുട്ടിയെ എൻകറേജ് ചെയ്യാനും കുട്ടിയെ വളർത്താനുമുള്ള ഒരു മനോഭാവമാണ് ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകേണ്ടത്. പകരം കരയുന്നത് എന്നെ ശല്യം ചെയ്യലാണ് എന്ന് വിശ്വസിക്കുകയും അതിന്റെ പേരിൽ ദേഷ്യപ്പെടുകയും ചെയ്ത് വളർത്തിയാൽ ആ കുഞ്ഞിന്റെ ഒരുപാട് കഴിവുകൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ മക്കളോട് സ്വീകരിക്കേണ്ട സമീപനം ഇങ്ങനെയാണ്. ഇനി വളർന്നു വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, നിസ്സാരമായ വിഷയങ്ങൾക്ക് കുട്ടി ചിലപ്പോഴൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വാശി പിടിച്ചു നോക്കും. അങ്ങനെ വാശി പിടിക്കുമ്പോ ആ വാശിക്ക് വഴങ്ങി കൊടുക്കുന്നത് സ്നേഹമല്ല. വഴങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല. ഈ ലിങ്ക് അഥവാ കട്ടാകുകയാണെങ്കിൽ ഇതേ സെയിം ലിങ്ക് ഉപയോഗിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കട്ടാവില്ല, അഥവാ കട്ടാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അങ്ങനെ റീജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോ ഇൻഷാ അല്ലാഹ് തുടർന്ന് അടുത്തൊരാഴ്ചയിലും ഇതിലിപ്പോ 100 പേര്, നമ്മള് 100 പേരുടെ താഴെയാണ് നമ്മുടെ മെമ്പേഴ്സിന് നേരത്തെ, നമ്മുടെ പാർട്ടിസിപ്പൻസിന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പൊ 100 പേര് ഫുൾ ടൈം എൻഗേജഡ് ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ഒരു സെഷനും കൂടെ ഇതിലെ സ്പെസിഫൈഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ടോട്ടൽ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് പാരന്റിങ് അവതരിപ്പിച്ചത്. പാരന്റിങ്ങിൽ തന്നെ നമ്മളേറെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പ്രധാന മേഖലകളെ നമുക്ക് ജീവിതത്തിൽ പുറത്ത് കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്കിൽ ഒരു തവണ കൂടി നമുക്ക് ഇതുപോലെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം. ആ പ്രോഗ്രാമിൽ കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അറേഞ്ച്മെന്റ്സും ഇൻഷാ അല്ലാഹ് ഹാപ്പി സോൺ സംഘടിപ്പിക്കും, ഹാപ്പി സോൺ സംഘാടകർ സംഘടിപ്പിക്കും. ഹാപ്പി സോണിന്റെ കുറ്റ്യാടിയിലെയും തിരൂരിലെയും മലപ്പുറത്തെയും വണ്ടൂരിലെയും ഒക്കെ സെന്ററുകൾ, ആ സെന്ററിന്റെ ഓരോ ഇടത്തും അവിടെ ട്രെയിനിങ് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ മലപ്പുറം സെന്റർ മുൻകൈയെടുത്താണ് ഇന്നത്തെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതലും നാം പ്രതീക്ഷിച്ചതും കൂടുതൽ നാം പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതും മലപ്പുറം പരിസരത്തുള്ള ആൾക്കാരെയാണ്. അതുകൊണ്ട് ഞാനിത് സൂചിപ്പിക്കുന്നത്, നമുക്ക് ആവശ്യമായ വിഷയങ്ങളിലെല്ലാം ഗൈഡൻസ് നൽകാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഈ സെഷനിൽ ഇൻഷാ അല്ലാഹ് അവസരം നൽകും.
കുറഞ്ഞ സമയം ഇത് കട്ടായാൽ ഒരു 7 മിനിറ്റിന് ശേഷം ഇത് കട്ടാകുകയാണെങ്കിൽ അതിന് ശേഷമുള്ള ഒരു സെഷനിൽ ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള സംശയങ്ങൾ ചോദിക്കാൻ അവസരം നൽകും. ഒരു 10-15 മിനിറ്റ് മാത്രം ആ സെഷനും കൂടി ഉണ്ടാകും. ഞാൻ സൂചിപ്പിച്ചത് അവിടുന്ന് അങ്ങോട്ട് മക്കൾ വളരുന്ന സമയം നാം സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമീപനമാണ് ഒരു അനാവശ്യമായ ഒരു വിഷയങ്ങളിൽ കുട്ടി വാശി പിടിക്കുന്നു. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോണ് വേണം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് ഫോണ് നൽകുകയല്ല വേണ്ടത്. പകരം ഫോണ് നൽകുന്നത് അവർക്ക് ഗുണമല്ല എന്ന് മനസ്സിലായാൽ അത് നോർമലി അവരോട് പറയണം. ദേഷ്യപ്പെടാതെ, അവർ ഷൗട്ട് ചെയ്യാതെ നോർമലായിട്ട് അവരോട് പറയാം. നോർമലായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവര് ഉൾക്കൊണ്ടുകൊള്ളണമെന്നില്ല ആ നിമിഷം. പക്ഷേ ഒരു രക്ഷിതാവ് അത് പറയുന്നത് ദേഷ്യപ്പെടാതെ, ഇമോഷണൽ ആകാതെ നോർമൽ ആയിട്ടാണെങ്കിൽ ഏതാനും സമയം കഴിയുമ്പോൾ, ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ, കൂടിയാൽ 1-2 ദിവസം കഴിയുമ്പോഴേക്ക് ആ കുട്ടി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ശരിയുടെ പക്ഷത്തേക്ക് തിരിച്ചു വരും. പിന്നെ ആ കുട്ടിക്ക് ഫോൺ ആവശ്യമില്ലാത്ത വിധം അഡിക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം വാശിയിൽ നിന്ന് കുട്ടി പിന്മാറും. എന്ന് മാത്രമല്ല, ആ കുട്ടി ജീവിതത്തിൽ പഠിക്കും, എന്റെ മാതാപിതാക്കൾ അവർ ന്യായത്തിന്റെ പക്ഷത്തായിരിക്കും, ശരിയുടെ പക്ഷത്തായിരിക്കും. അവരോട് അനാവശ്യമായി വാശി പിടിക്കുന്നത് അത് വൃഥാവിലാണ് എന്ന് കുട്ടി കൃത്യമായി തിരിച്ചറിയുമെന്ന് മാത്രമല്ല, തുടർന്നുള്ള ജീവിതത്തിൽ മക്കൾ ആ ഒരു ശൈലിയോട് നന്നായി സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മക്കളോട് വളർന്നു വരുന്ന സമയത്ത് ഒരു തെറ്റായ വിഷയം വരുമ്പോ അത് പാടില്ലാത്തതാണ്, നോ, അത് അരുത് എന്ന് മാത്രം നോർമലി പറഞ്ഞാൽ പോലും കുട്ടികൾ അത് സ്വീകരിക്കും, കുട്ടികൾ അത് ഫോളോ ചെയ്യും, വളരെ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, തെറ്റായ വിഷയങ്ങൾക്ക് വേണ്ടി കുട്ടികൾ വാശി പിടിക്കുമ്പോൾ ഭയപ്പെടാതിരിക്കുക, വാശിയെ അനുസരിക്കാതിരിക്കുക. പകരം ശരിയെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക, തെറ്റിനെ അനുസരിക്കാതിരിക്കുക, തെറ്റിനെ തെറ്റായി കാണുക, നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ പറയുക. ഇങ്ങനെ ചെയ്യേണ്ടത് ഒരു രക്ഷിതാവിന്റെ അനിവാര്യതയാണ്. ഇത് നമ്മൾ കുഞ്ഞുനാളിലെ സ്വീകരിച്ചു പോന്നാൽ കുട്ടികൾ വളരെ ഭംഗിയായി ആ നിലവാരത്തോടെ അത് സ്വീകരിക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും കാണാം. അതല്ല, കുട്ടി ഒരു ഫോണിന് ചോദിച്ചപ്പോ നാം പറയാണ്, നീ വളർന്നിട്ട് എന്തെങ്കിലും ഒന്ന് ആകട്ടെ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് 2 വർഷം പഠിച്ചു കാണിക്ക് എന്നിട്ട് തരാം. ഇങ്ങനെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്ന മറുപടികൾ പറഞ്ഞ് ഇരുത്തിക്കളയാം എന്ന് ചിന്തിച്ചാൽ കുട്ടികൾ ഇരിക്കുകയല്ല ചെയ്യുക, മറ്റു പലതുമാണ് ചെയ്യുക. അപ്പൊ രക്ഷിതാവ് വഷളാകും. അതുകൊണ്ട് അങ്ങനെ വഷളാകാതിരിക്കണമെങ്കിൽ വളരെ ഡീസന്റ് ആയിട്ട് രക്ഷിതാക്കൾ മക്കളോട് സമീപിച്ച് ശീലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പെരുമാറിയതുപോലെ, ഹസൻ, ഹുസൈൻ, മുഹ്സിൻ തുടങ്ങിയ പേരക്കുട്ടികളോട് പെരുമാറിയതുപോലെ, സ്വഹാബത്തും താബിഈങ്ങളും വലിയ വലിയ മഹാന്മാരൊക്കെ അവരുടെ മക്കളോടും പേരമക്കളോടൊക്കെ പെരുമാറിയതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന സദ്വൃത്തരായ, വലിയ മാതൃകായോഗ്യരായ, സമുദ്ര സമാനരായ പണ്ഡിതന്മാർ അവരൊക്കെ അവരുടെ മക്കളോടൊക്കെ പെരുമാറിയ ശൈലിയും ഇത് തന്നെയാണ്. അഥവാ വളരെ നിലവാരമുള്ള സംസാര രീതി, മാന്യമായ സംസാര ഭാഷ, ഇൻസൾട്ട് ചെയ്യുന്നതിന് പകരം പരസ്പര ബഹുമാനം തോന്നിക്കുന്ന സമീപന രീതികൾ, ഇതൊക്കെയാണ് നല്ലവരുടെ നല്ല ലക്ഷണങ്ങൾ. ആ നല്ല ലക്ഷണങ്ങൾ മാതൃകയാക്കി നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ കാണിച്ചാൽ തീർച്ചയായും മക്കൾ അത് ഫോളോ ചെയ്യും, മക്കൾ അതിനോട് സഹകരിക്കും, മക്കൾ ഏറെ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. ഇതാണ് പാരന്റിങ്ങിന്റെ ഭാഗമായി നമ്മൾ പരിശീലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമീപന രീതി. അള്ളാഹു നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തി ഉയർത്തി സന്തോഷത്തിന് നിമിത്തമാകുന്ന രീതിയിൽ വലിയ തൗഫീഖുള്ളവരാക്കി വളർത്തി തരുമാറാകട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത്, മക്കള് വളരാൻ നമ്മളാണ് കാരണമെന്ന് വിശ്വസിക്കുകയും മക്കളിൽ പോരായ്മകൾ ഉണ്ടാകുന്ന സമയത്ത് കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്തതുകൊണ്ടെല്ലാം ആകും എന്ന ചിന്തയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. പകരം ആ വിഷയത്തെക്കുറിച്ച് അഗാധമായി പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അറിവിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ സമീപനങ്ങൾ സ്വീകരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ ഏറെ മാറ്റമുണ്ടാകും, ഏറെ ഉയർച്ചയുണ്ടാകും, നമുക്ക് ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാകും.
ഇന്ന് നമ്മുടെ മക്കളിൽ കാണുന്ന ഡ്രഗ്സുകളുടെ പോലും പിന്നിലെ ഏറ്റവും പ്രധാന കാരണം പാരന്റിങ് പരാജയപ്പെടുന്നതാണ്. അഥവാ തന്റെ മക്കളോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നല്ല വ്യക്തിബന്ധത്തോടെയും സമീപിക്കാൻ ഒരു രക്ഷിതാവിന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും ഡ്രഗ്സിന്റെ ആവശ്യം വരില്ല. ഡ്രഗ്സുമായി ഒരു സുഹൃത്ത് ആ കുട്ടിയെ സമീപിച്ചാൽ ഒരിക്കലും മറ്റൊരു സുഹൃത്തിന് ഈ മാതാപിതാക്കളെ മറികടക്കാൻ കഴിയില്ല. മാതാപിതാക്കൾ കുട്ടിയെ കേൾക്കാത്തവരായി മാറിയാൽ, ചെറിയ ചെറിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ പോലും ആവേശത്തോടെ കുട്ടികളെ ശിക്ഷിക്കുന്നവരായും കുറ്റപ്പെടുത്തുന്നവരായും മാറിയാൽ, നമ്മുടെ ധാരണകൾ വെച്ച് കുട്ടികളെ ശല്യം ചെയ്യുന്ന രീതിയിൽ നിരന്തരമായി തെറ്റിദ്ധാരണയുടെയോ മുൻധാരണയുടെ പേരിൽ ഉപദേശിക്കുകയൊക്കെ ചെയ്താൽ ആ കുട്ടികൾ ചീത്തയാകാനും രക്ഷിതാക്കളിൽ നിന്ന് അകന്ന് സുഹൃത്തുക്കളിലേക്ക് പോകാനും അത് കാരണമാകും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്താൽ നമുക്കത് ജീവിതത്തോളം വലിയ നേട്ടങ്ങളാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഷനിൽ അനുവദിക്കപ്പെട്ട സമയം കംപ്ലീറ്റഡ് ആണ്. ഇൻഷാ അള്ളാ സംശയമുള്ളവരോ അതുപോലെ പിന്നെ ഇന്ററാക്ഷൻ ആവശ്യമുള്ളവരോ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയത്തോളം ഇൻഷാ അള്ളാ ഇതേ ലിങ്ക് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും. ഇതിന്റെ റെക്കോർഡ് ഇൻഷാ അള്ളാ ആവശ്യമുള്ളവര് നമ്മുടെ സംഘാടകരോട് ആവശ്യപ്പെട്ടാൽ റെക്കോർഡ് ലിങ്ക് നൽകുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് പിന്നീടും കേൾക്കാവുന്നതാണ്. അള്ളാഹു നന്മകൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും